സോ വർഷം 2010 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. സോ ഡെയിലി ഞാൻ സ്കൂളിൽ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോയി വന്നുകൊണ്ടിരുന്നത്. ആൻഡ് വീട്ടിൽ നിന്ന് എനിക്ക് ഡെയിലി 50 രൂപ തരുമായിരുന്നു സ്കൂളിൽ പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. സോ എൻ്റെ മനസ്സിലെ ചിന്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു പൈസ സേവ് ചെയ്യാം എന്നുള്ളതായിരുന്നു. ആൻഡ് അതിന് ഞാൻ കണ്ടുപിടിച്ച സൊല്യൂഷനാണ് ST അഥവാ സ്റ്റുഡൻസ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു 2 രൂപ സേവ് ചെയ്യാൻ വേണ്ടി മടിച്ച് 6-7 കിലോമീറ്റർ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് നടന്ന ദിവസങ്ങളും ചുരുക്കമല്ല. പക്ഷേ അതിനെല്ലാം ഞാൻ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. സോ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ടാവും. ആൻഡ് സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ ക്ലാസ്സിൽ കിടന്ന് ഉറക്കം തൂങ്ങലായിരിക്കും മിക്ക ദിവസവും. സോ ഞാൻ ഇവിടെ ചെയ്ത ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ്സിൽ ഷെയർ ചെയ്യുക. സോ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്തൊക്കെ. ആൻഡ് അത് കംപ്ലീറ്റ്ലി തെറ്റായി പോയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആ സേവ് ചെയ്ത പൈസ വെച്ചിട്ട് പിന്നീട് ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇമോഷൻസ് റിവോൾവിങ് അറൗണ്ട് മണിയാണ്. സോ നമ്മുടെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന സംഭവമാണ്, മോനെ പൈസയാണ്, സൂക്ഷിക്കണം, സൂക്ഷിച്ച് ചെലവാക്കണം എന്നൊക്കെ. പക്ഷെ പലരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ നമ്മളെ പിടിച്ച് കടിക്കും എന്നുള്ള രീതിക്കാണ്. ആൻഡ് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം തലമുറകളായിട്ട് പൈസയെ പറ്റി അവർക്ക് എന്തറിവാണോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് നമുക്കും അവർ ഷെയർ ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഫസ്റ്റ് ഇമോഷനാണ് പേടി അഥവാ ഭയം എന്ന് പറയുന്നത്. സത്യത്തിൽ പൈസ നമ്മൾ അത്രയും ഭയക്കേണ്ട ആവശ്യമുണ്ടോ? 12ാം ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ച ടെററായിട്ടുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ? ആദ്യമൊക്കെ തീവ്രവാദികളോടെന്ന പോലെ നമ്മളോട് പെരുമാറിയുന്നവർ പിന്നീട് എങ്ങനെ നമ്മുടെ ചങ്ങാതികളായി മാറി? അതിന്റെ റീസൺ നമ്മൾ അവരെ അടുത്തറിയാൻ ശ്രമിച്ചപ്പോഴല്ലേ. സോ പൈസയും നിങ്ങൾ അടുത്തറിയാൻ ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാനായിട്ട് പറ്റും. സോ പൈസയായി ചുറ്റിപ്പറ്റി കിടക്കുന്ന രണ്ടാമത്തെ ഇമോഷനാണ് ഗ്രീഡ് അഥവാ ആർത്തി എന്ന് പറയുന്നത്. സോ മുമ്പൊക്കെ പെരുന്നാൾ ദിവസം പല വീടുകൾ കയറി ഇറങ്ങി ഈദി മേടിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു. ആൻഡ് കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ വീടുകളും ഞാൻ സന്ദർശിക്കാറുണ്ട്. ആൻഡ് ഈ വീടുകളിൽ നിന്നെല്ലാം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം തരാതെ ഞങ്ങൾ അയക്കത്തില്ലായിരുന്നു. സോ എപ്പോഴൊക്കെ ഈ ഒരു ഭക്ഷണം കഴിച്ച് വയറ് പൊട്ടാറാകുന്നു അപ്പോൾ ഈ വീടുകൾ സന്ദർശിക്കുന്നത് ഞാൻ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. സോ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ പൈസയോടുള്ള ആർത്തിനെ പറ്റിയിട്ടാണ്. ആൻഡ് ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ മൈ ഫസ്റ്റ് ടീച്ചർ ഓഫ് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകുന്ന ഒരു പുസ്തകമായിരിക്കും, റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഇത് എഴുതിയിരിക്കുന്നത് റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ഒരാളാണ്. സോ പൈസയെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള നോളജ് പോലും ഇല്ലാതിരുന്ന എനിക്ക് അറിവിൻ്റെ ഒരു നിറകുടം തന്നെയായിരുന്നു ഈ ഒരു പുസ്തകം. ആൻഡ് പൈസയെ പറ്റി പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ഈ ഒരു പുസ്തകത്തിലൂടെ എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനൊരു എക്സാമ്പിളാണ്, വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ വാങ്ങി ഓരോ 6 മാസം കൂടുന്തോറും അതേ സാധനം വാങ്ങിയിരുന്ന എന്നെ ഒരു ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങി 2-3 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പഠിപ്പിച്ചു തന്നൊരു പുസ്തകമായിരുന്നു റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ഒരു പുസ്തകത്തിന്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ ചെയ്യാം. ഞാൻ ഈ ഒരു പുസ്തകം വായിച്ച് കൂടുതൽ ഫൈനാൻഷ്യൽ ലിറ്ററസി ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പുസ്തകത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തേക്കാം. സോ ബേസിക് ആയിട്ടുള്ള ഫൈനാൻസ് നോളജ് ഇല്ലാതെ നല്ലൊരു ജോലി ഉണ്ടായിട്ട് പോലും ലൈഫിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കിടിലുമായിട്ടുള്ള ഫൈനാൻസ് റിലേറ്റഡ് കണ്ടന്റ്സ് മിസ്സായി പോകാതിരിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തെന്നും കൺസിഡർ ചെയ്യുക. സോ വീണ്ടും അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ